വിദ്വേഷ പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ജനവിഭാഗങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളുള്ളവരാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് മോദിയുടെ വിദ്വേഷ പരാമർശം. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. घुसपैठियों को बांटेंगे. क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है? ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे. സ്വാതി, വളരെ വർഗീയമായ പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. ഒരു സമുദായത്തിന് നേരെ, ഒരു സമൂഹത്തിന് നേരെ പച്ചയ്ക്ക് അങ്ങനെ രാഷ്ട്രീയം പറയുകയാണ്, വർഗീയത പറയുകയാണ്. ഈ കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ സ്വാതി? ഷമി, മോദി കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ പ്രചരണത്തിനിടയിലാണ് ഇത്തരത്തിലൊരു വർഗീയ പരാമർശം, ഒരു വിദ്വേഷ പ്രസംഗത്തിലൂടെ നടത്തിയിട്ടുള്ളത്. വലിയ തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് നിരന്തരമായി BJPയുടെ വിവിധ മുതിർന്ന നേതാക്കളടക്കം ഇത്തരത്തിൽ സംസാരിക്കുന്നുണ്ട്. പ്രചരണങ്ങളിലൊക്കെ തന്നെയും ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിക്കുവാൻ, പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗത്തെ എടുത്തു പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ BJP നേതാക്കളടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ മോദി പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളെന്ന് പറയുന്നത് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരാണെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണെന്നും അടക്കമുള്ള ഏറ്റവും വർഗീയപരമായിട്ടുള്ള പരാമർശമാണ് മോദി നടത്തിയിട്ടുള്ളത്. ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള പരാമർശം നിരന്തരമായി മോദി തന്റെ പ്രസംഗങ്ങളിലൂടെ നടത്തുന്നുണ്ട്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ പൂർണ്ണമായും ഇവർക്ക് തിരിച്ചടിയാകും, അല്ലെങ്കിൽ BJPക്ക് തിരിച്ചടിയാകും എന്നുള്ളൊരു ഭയം മോദിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത്. ഹിന്ദുത്വ വർഗീയത ഇളക്കിവിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും മോദിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ മക്കളെ ഉണ്ടാക്കുന്നവർക്കും ഈ രാജ്യത്തെ എഴുതി കൊടുക്കും, ഈ രാജ്യത്തിന്റെ സ്വത്തുക്കൾ എഴുതി കൊടുക്കും എന്ന തരത്തിലാണ് മോദി ഇപ്പോൾ രാജസ്ഥാനിൽ പ്രസംഗിച്ചിട്ടുള്ളത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിച്ചിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെലങ്കാന അടക്കം നമ്മൾ കണ്ടതാണ്. രാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ BJP നേതാക്കൾ വലിയ തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട്, മുസ്ലിം ജനവിഭാഗത്തെ ആക്രമിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തി വരികയാണ്. നമുക്കറിയാം, CAA അടക്കമുള്ള വിഷയങ്ങൾ BJP രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ കൃത്യമായും ഉന്നം വയ്ക്കുന്നത് മുസ്ലിങ്ങളെയാണെന്ന് ഒരു തർക്കമില്ലാതെ പറയാൻ വേണ്ടി സാധിക്കും. ഷമി.